ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഭർത്താക്കന്മാരെ ഒരിക്കലും അരുത്. നമ്മളിതിനു മുമ്പ് ഭാര്യമാർ ഒരിക്കലും ചെയ്യരുതാത്ത 12 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. ചിലരൊക്കെ കമൻറ്റ് പറയുകയും ചെയ്തു, ഭാര്യമാർക്ക് മാത്രമുള്ളതേ പറഞ്ഞിട്ടുള്ളല്ലോ, ഭർത്താക്കന്മാരുടെ കാര്യം. അതുകൊണ്ടാണ് ഭർത്താക്കന്മാരും, അതും 12 കാര്യങ്ങളാണെങ്കിൽ ഇവിടെയും ഭർത്താക്കന്മാർ ഒരിക്കലും ചെയ്യരുതാത്ത 12 കാര്യങ്ങൾ. ഈ ഭാര്യമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കാൻ പറ്റാതെ പോയവരാണെങ്കിൽ മുകളിലത്തെ ഐക്കൺ, ആ ബട്ടൺ ഞെക്കിയാൽ നിങ്ങൾക്ക് അതിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു എപ്പിസോഡും നിങ്ങൾ കേട്ടിരുന്നു കഴിഞ്ഞാൽ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കുമുള്ള ഉപദേശം വചന വെളിച്ചത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഉപദേശം മാത്രമല്ല, താക്കീതായിട്ടും അതിനെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭർത്താക്കന്മാരെ ഒരിക്കലും ഈ 12 കാര്യങ്ങൾ ചെയ്യരുത്. ചെയ്താൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ നിങ്ങളുടെ വില നഷ്ടപ്പെട്ട് വെറും ചണ്ടിയായി മാറാനുള്ള സാധ്യതകളുണ്ട്. അതിലേക്ക് പോകരുത്. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു വീട്ടുകാരുടെ പ്രശ്നം, അതിന് മാധ്യസ്ഥം വഹിക്കാൻ വേണ്ടി നിന്നതാണ്. പറഞ്ഞു വന്നപ്പം ഭാര്യയുടെ ഒരു ആരോപണം, ഇവർ മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ല, ഭാഗോടമ്പടി അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി അത് പറഞ്ഞു വന്നപ്പോൾ മാതാപിതാക്കൾ സൂചിപ്പിച്ച ഒരു കാര്യം, പ്രത്യേകിച്ച് അമ്മ പറഞ്ഞത്, അത് ഇവനെ ഇച്ചിരി പിടിപ്പുകേടുണ്ട്, അതുകൊണ്ടാണ് കൊടുക്കാതിരിക്കുന്നത്. കൊടുത്താൽ പിന്നെ അത് എവിടെ എത്തും, അതെങ്ങനെ ചെലവഴിക്കും എന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് കൊടുക്കാതിരിക്കുന്നത്. ഉടനെ എൻ്റെ ഭാര്യ തിരിച്ചു ചോദിച്ച ഒരു കാര്യം, നിങ്ങൾ മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നല്ലോ ഇവന് പിടിപ്പുകേടുണ്ടെന്ന്, പിന്നെ എന്തിനാണ് ഇവനെ കെട്ടിച്ചേ? അങ്ങനെ ഒരു പിടിപ്പുകേടുള്ള വ്യക്തിയാണെങ്കിൽ അവൻ കല്യാണം കഴിച്ച് അവസാനം കുടുംബത്തിൻ്റെ അവസ്ഥ എന്താവും നിങ്ങൾക്കറിയാമല്ലായിരുന്നോ? അങ്ങനെ തിരിച്ചു ചോദിച്ചത്. വേറൊരു സംഭവം എനിക്കറിയാം. ഒരുത്തൻ്റെ സ്വഭാവത്തിൻ്റെ ചില പ്രത്യേകതകൾ, അവന് സ്വന്തമായിട്ട് കാലിൽ നിന്നൊരു തീരുമാനം പോലും എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അവനെപ്പോഴും മാതാപിതാക്കളുടെ അവരുടെ ഒരു ഉപദേശപ്രകാരം അവർ വരച്ചിടത്തല്ലാതെ ആ വര വിട്ട് അപ്പുറത്തോട്ട് പോകാൻ അവന് പറ്റത്തില്ല. ഞാൻ അവനോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നീ എന്തിനാ കെട്ടിയേ? നീ എന്തിനു വിവാഹിതനായി? അപ്പോൾ അവൻ സൂചിപ്പിച്ചൊരു കാര്യം, അത് ഞാനിങ്ങനെ എൻ്റെ മാതാപിതാക്കളെ പുറകെ നടന്ന് പറഞ്ഞു, എന്നെ നിർബന്ധിച്ചു, അവസാനം ഞാനതിന് വഴങ്ങി, അങ്ങനെ കല്യാണം നടന്നു. ഇങ്ങനെയുള്ളവർക്ക് പറഞ്ഞിരിക്കുന്നതാണോ വിവാഹ ജീവിതം? വിവാഹ ജീവിതം വിജയം കാണണമെങ്കിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒന്ന്, വിവാഹ ജീവിതത്തിനുള്ള വിളി. രണ്ടാമത്തേതാണ് വിവാഹ ജീവിതത്തിനുള്ള കഴിവ്. ആ കഴിവില്ലെങ്കിൽ കെട്ടാൻ പോകരുത്. കഴിവില്ലാത്ത വ്യക്തികൾ, വിളിയില്ലാത്ത വ്യക്തികൾ, വിവാഹ ജീവിതത്തെക്കുറിച്ച് ശരിയായ അറിവില്ലാത്ത വ്യക്തികൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ അവരുടെ പങ്കാളിയെ കൂടെ പരാജയപ്പെടുത്തുന്ന ആ ഒരവസ്ഥ ഉണ്ടാവും. അതൊരു സാമാന്യ മര്യാദയെങ്കിലും പാലിക്കുന്നവർ ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഞാൻ മൂലം എൻ്റെ പങ്കാളി പരാജയപ്പെടരുത്, ഭാരം വഹിക്കരുത് എന്നുള്ളത് ഞാൻ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഒരു 12 കാര്യങ്ങൾ, ഭർത്താക്കന്മാരെ ഒരിക്കലും ഇക്കാര്യങ്ങൾ ചെയ്യരുത്. ഇത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് പ്രഭാഷകൻ 36:29 വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഭർത്താവ് ഒരിക്കലും ഭാര്യയുടെ സമ്പത്തിൽ കണ്ണുവെക്കരുത്. സമ്പത്തിൽ ഒരു പുരുഷന് ഭാര്യയായിരിക്കണം ഏറ്റവും വലിയ സമ്പത്ത്. അവളെ പരിഗണിക്കാതെ, അവളെ മാനിക്കാതെ അവൾക്ക് എന്തുമാത്രം നേടിത്തരാൻ പറ്റും, പണം ഉണ്ടാക്കാൻ പറ്റും, അവരിലൂടെ എൻ്റെ കടബാധ്യതയൊക്കെ തീർക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഉത്തമ ഭർത്താവിന് ചേർന്നതല്ല. ചിലരെ കാണാൻ സാധിക്കും, ഭാര്യയുടെ ശമ്പളത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവരെ ജോലിക്ക് വിടും, കിട്ടുന്നതെല്ലാം ഇവർ അടിച്ചു പൊളിച്ച് ജീവിക്കും. അതൊരു ഉത്തമ ഭർത്താവിന് ചേരുന്ന ഒരു കാര്യമല്ല. ഭാര്യയെ സമ്പത്തായിട്ട് കാണണം. അതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രഭാഷകൻ 36:29. രണ്ടാമത്തെ കാര്യം, ഒരു ഭർത്താവ് ഒരിക്കലും ജഡമോഹത്തിൽ കുടുങ്ങിപ്പോകരുത്. ഭാര്യയെ കാണുമ്പോഴാണേലും അവരുടെ സൗന്ദര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ജഡസുഖം അവരിലൂടെ കിട്ടുക എന്നുള്ള കാര്യം, അതിനേക്കാൾ ശ്രേഷ്ഠമായ പലതും ചിന്തിക്കാനുണ്ട് ഒരു ഭർത്താവിന്. നമ്മൾ കാണുന്നുണ്ട് തോബിത്ത് 8-ാം അധ്യായം 7-ാമത്തെ വചനം വായിക്കുമ്പോൾ, കല്യാണം കഴിഞ്ഞിട്ട് പോലും തോബിയാസും സാറായും അവരൊന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു, ദാമ്പത്യ ധർമ്മത്തിലേക്ക് പോകുന്നു. അവിടെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവമേ, ഞാനിവളെ സ്വീകരിക്കുന്നത് ജഡികാഭിലാഷത്താലല്ല, പരിശുദ്ധമായ പ്രേമത്താലാണ്. അത് മറന്നിട്ട് നല്ല ശുദ്ധമായ സ്നേഹമില്ലാതെ ഒരു ലൈംഗിക സുഖത്തിന് വേണ്ടി മാത്രം ഭാര്യയെ കാണുക എന്ന് പറഞ്ഞാൽ, അവരെ വേണമെങ്കിലൊന്ന് പരിഗണിക്കുകയോ അവരെ പ്രശംസിക്കുകയോ കരുതുകയോ ഒന്നും ചെയ്യാതെ എൻ്റെ ജഡസുഖം അതിനുള്ള ഒരു ടൂൾ പോലെ ഒരു ഭാര്യയെ കാണുന്നത് അതൊരു ഭർത്താവിന് ചേർന്നതല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പ്രഭാഷകൻ 47:19 വായിച്ചാൽ നമ്മൾ കാണുന്നുണ്ട്, സോളമന് പോലും എന്ത് സംഭവിച്ചു? സ്ത്രീകൾക്ക് അധീനനായി അതവനെ നാശത്തിലേക്ക് നയിച്ചു. അവൻ്റെ രാജ്യം പോലും വിഭജിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ജഡമോഹത്തിന് നമ്മൾ കീഴ്പ്പെടരുത് എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കാം. മൂന്നാമത്തെ കാര്യം, പങ്കാളിയെ ഒരിക്കലും പാപപ്രവർത്തിക്ക് നിർബന്ധിക്കരുത്. ഇങ്ങനെ ഒരു സ്ത്രീ പറഞ്ഞത്, ഞാൻ കല്യാണം കഴിയുന്നിടം വരെ ഒരിക്കൽ പോലും ഫോൺ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ചില മ്ലേച്ഛതകൾ,
പോണോഗ്രഫി അത് വാച്ച് ചെയ്തിട്ടില്ല. എനിക്കത് ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഞാനത് കാണേണ്ടി വന്നു. കാരണം എൻ്റെ ഭർത്താവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി. അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് അത് കാണാൻ എന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ ആ നിർബന്ധത്തിന് വഴങ്ങി ആ ഒരു കാര്യം ചെയ്തു. എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. അതൊരു വേണ്ടാധീനമായിരുന്നു, വേണ്ടാത്ത കാര്യമായിരുന്നു എന്നവർക്ക് തോന്നിയിട്ട് അത് അവരുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നു. മദ്യപിക്കാനോ ഈ പോണോഗ്രഫി വാച്ച് ചെയ്യാനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിർബന്ധിക്കുന്നത് അത് നമുക്ക് ചേർന്ന ഒരു കാര്യമല്ല. മത്തായി 18:6 മുതൽ വായിച്ചാൽ ഇങ്ങനെയുള്ള പാപപ്രവർത്തിക്കൊരാളെ പ്രേരിപ്പിക്കുന്നതിനേക്കാൾ ഭേദം കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ ചാടുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ പാപം അത്ര ഗൗരവമുള്ള കാര്യമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 4-ാമത്തെ കാര്യമാണ് ഭാര്യ ഒരിക്കലും അപമാനിക്കരുത്. മത്തായി 1:19 വായിക്കുമ്പോൾ നല്ല ഡീസൻറ്റ് ഭർത്താവായി മാറാൻ പറ്റിയ ഒരു വ്യക്തിയാണ് ജോസഫ് എന്ന് പറയാൻ പറ്റും. ഭാര്യയ്ക്ക് കൂടുതൽ അപമാനം വരാതിരിക്കാൻ അവളെ രഹസ്യമായിട്ട് പറഞ്ഞു വിടാനായിട്ട് ശ്രദ്ധിച്ച ഒരു വ്യക്തി. ഇന്ന് ചിലർ ഭാര്യയെ, ജീവിത പങ്കാളിയെ പരസ്യ വിചാരണയ്ക്ക് പോലും കൊണ്ടുവരും. അത് ഒരു ഉത്തമ ഭർത്താവിന് ചേർന്ന കാര്യമല്ല. നമുക്കറിയാലോ, ഭാര്യയ്ക്കൊരു മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഒരു ഉത്തമ ഭർത്താവ് ചെയ്യുന്ന മക്കൾ പോലും അറിയാതെ അവളെ ട്രീറ്റ് ചെയ്ത് ആരോഗ്യവതിയാക്കാനായിട്ട് അവർ പരിശ്രമിക്കും. അതാണ് ഉത്തമ ഭർത്താവിൻ്റെ ഒരു സൂചന. വീണ്ടും നമ്മൾ കാണുകയാണ്. 5-ാമത്തെ കാര്യമാണ് അവിശ്വസ്തത ഒരിക്കലും അരുത്. പങ്കാളിയോട് അവിശ്വസ്തത കാണിക്കുന്നവർക്ക് സഹിക്കാൻ മേലാത്ത ഒരു കാര്യമാണ്. ദൈവം നമ്മളോട് വിശ്വസ്തത കാണിക്കുന്നത് പോലെ ദമ്പതിമാർക്ക് പരസ്പരം വിശ്വസ്തത കാണിക്കാനായിട്ട് സാധിക്കണം. ഹോസിയയുടെ പുസ്തകം 1, 2, 3 അധ്യായങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അവിശ്വസ്തത കാണിച്ച ഭാര്യയോട് വിശ്വസ്തത തുടരുന്ന ഹോസിയ പ്രവാചകനെ അവിടെ നമുക്ക് കാണാൻ പറ്റും. 6-ാമത്തേതാണ് ഭാര്യ ഒരിക്കലും അവിശ്വസിക്കരുത്. ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസാരത്തിലായിരിക്കാം, പെരുമാറ്റത്തിലായിരിക്കാം അവർക്ക് ഒരു അവിശ്വാസം. നീ എന്തെങ്കിലും വല്ല തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുന്നുണ്ടോ, വേറെ ആരെങ്കിലുമായിട്ട് നിനക്ക് വല്ല കണക്ഷൻ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെളിവില്ലാതെ സാരമായിട്ടുള്ള അതേക്കുറിച്ചുള്ള അറിവ് പോലും കിട്ടാതെ കണ്ട് ഇങ്ങനെ സംശയിച്ചു പോകുന്ന വ്യക്തികൾ. ചില ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ സൂചിപ്പിച്ചൊരു കാര്യം, എൻ്റെ ഭാര്യ വേറൊരാളുടെ ബൈക്കിൻ്റെ പുറകിലിരുന്ന് പോയാലും എനിക്ക് അവളെ സംശയമില്ല, അവളൊരു തെറ്റിൽ അകപ്പെടുകയില്ല എന്നെനിക്ക് ബോധ്യമുണ്ട്. ഇനി അങ്ങനെയുള്ളവരുടെ വിവാഹ ജീവിതം അത് എത്രമാത്രം സുരക്ഷിതമായിരിക്കും, അവരുടെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള കംഫർട്ട് അവർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. 7-ാമത്തെ കാര്യമാണ് ഭർത്താവ് ഒരിക്കലും ഭാര്യയെ അടക്കി ഭരിക്കാൻ നോക്കരുത്. അത് നല്ലതല്ല. നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി 2:22 വായിച്ചാൽ ബോണെടുത്ത് ഭാര്യയ്ക്ക് ജന്മം കൊടുക്കുന്ന ഹവ്വായിക്ക് ഒരു രൂപം കൊടുക്കുന്ന ഒരു രംഗം അവിടെ കാണാൻ പറ്റും. എന്താ അതിൻ്റെ സൂചന? ശരിക്കും അവളെ ഒരു അടിമയായിട്ട് കാണാനോ ദാസിയായിട്ട് കാണാനോ അല്ല, മറിച്ച് തോളോട് തോൾ ചേർന്ന് ഭാര്യയും ഭർത്താവും മുമ്പോട്ട് പോകണം. അവർക്ക് തുല്യ അവകാശങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിക്കാത്തവർ ഒരു ഉത്തമ ഭർത്താവ് എന്ന് പറയാൻ പറ്റില്ല. 8-ാമത്തെ കാര്യമാണ് ഭാര്യ തളരുമ്പോൾ ചവിട്ടിത്താഴ്ത്തരുത്. അതിനുവേണ്ടിയുള്ളതല്ല ഭർത്താവ്. അതാ സഭാപ്രസംഗൻ്റെ പുസ്തകം 4-ാം അധ്യായം 9 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദമ്പതിമാരെ നിങ്ങളിൽ ഒരാൾ തളരുമ്പോൾ മറ്റേയാൾ താങ്ങി നിർത്തണം. 2 പേര് ഒന്നിച്ചു നിന്നാലുള്ള വലിയൊരു ഗുണം, അവരുടെ ഇടയിൽ കർത്താവ് കൂടി ഉണ്ടെങ്കിൽ അത് മുപ്പിരിച്ചരടായിട്ട് മാറും. അങ്ങനെയുള്ളത് അത്ര വേഗം പൊട്ടില്ല എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കാൻ. 9-ാമത്തെ കാര്യമാണ് ഒരിക്കലും പ്രതികാരമരുത്. പ്രതികാരദാഹം. റോമ 12:19 മുതൽ വായിച്ചാൽ പ്രതികാരം എനിക്ക് വിട്ടു തന്നേക്കാൻ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രതികാരദാഹത്തോടെ ജീവിത പങ്കാളിയോട് പെരുമാറുന്ന വ്യക്തികളെ ഞാനും കണ്ടിട്ടുണ്ട്. അരുത് എന്ന് കർത്താവിൻ്റെ വചനം പറയാം. 10-ാമത്തെ കാര്യമാണ് ഒരിക്കലും കമ്പാരിസൺ നടത്തരുത്. ഫ്രാൻസിസ് മാർപ്പാപ്പ സൂചിപ്പിച്ച ഒരു കാര്യം, യു കീപ് കമ്പയറിങ് യു എൻഡ് അപ്പ് പാരലൈസ്ഡ്. അങ്ങനെ കമ്പാരിസൺ നടത്തിയാൽ നിന്നെക്കാൾ നിൻ്റെ അനിയത്തി അല്ലെങ്കിൽ അവരുണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ രുചി, ഇങ്ങനെ കമ്പാരിസൺ നടത്തുന്നത് ഒരിക്കലും നല്ലതല്ല. 11-ാമത്തെ കാര്യമാണ് ഭാര്യ ഒരിക്കലും പഴിക്കരുത്. നമ്മൾ പഴിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ ഒരു വ്യക്തിയെ അവരുടെ അവസ്ഥയിൽ നിന്നും രക്ഷിച്ചെടുക്കാനാണ് നമ്മൾ കൂടുതൽ അധ്വാനിക്കേണ്ടത്. നീ കാരണം എൻ്റെ ജീവിതം തൊലഞ്ഞു, ചിലരുടെ സ്ഥിരം പല്ലവിയാണ്. നീ കാരണം എൻ്റെ ഭാവി നശിച്ചു, എൻ്റെ ജീവിതം നശിച്ചു എന്ന് പറയുന്ന ആ ഒരു പ്രവണത. അവസാനത്തേതാണ് ഒരിക്കലും നിങ്ങൾ വഴക്കടിക്കുന്നവരാകരുത്. ഭാര്യയും ഭർത്താവും വഴക്കടിക്കുന്നവരാണെങ്കിൽ അവർക്കുണ്ടാകുന്ന ആ കുടുംബത്തിൽ വളർന്നു വരുന്ന മക്കൾ വഴക്കാളികളാകാനാണ് കൂടുതൽ സാധ്യത. ഞാൻ ഭാര്യമാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. സുഭാഷിതങ്ങൾ 27:15 ഈ വഴക്കടിക്കുന്ന കലഹപ്രിയായ ഭാര്യ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചാറ്റൽ മഴ പോലെയാണ്. നല്ല മഴയാണ്, അങ്ങ് പെയ്ത് തീരും. ഭർത്താക്കന്മാരും ഈ 12 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ സന്തോഷപ്രദമായ ഒരു കുടുംബ ജീവിതം നിങ്ങൾക്കുണ്ടാകും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ ഇന്നിൻ്റെ എല്ലാ ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.